അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് അത് എന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫ് ആയിട്ട് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് പുറത്തെടുക്കും. അങ്ങനെ ഒരു രേഖയുണ്ട്. ഇതിന് അൻസിബയ്ക്ക് വേണമെങ്കിൽ കേസിന് പോകാം. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അൻസിബ അതിനാണോ കേസിന് പോവുക, അതോ അത്രയും പേഴ്സണലായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ ഒരു ചാനലിലൂടെ പബ്ലിക്കിന് മുന്നിൽ വന്ന് പറഞ്ഞതിന് ലക്ഷ്മിപ്രിയ നിയമ നടപടി നേരിടുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഓൾറെഡി ഈ ഒരു വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വിഷയം നിങ്ങൾ അറിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ട്. ലക്ഷ്മിപ്രിയയുടെ ഒരു റീൽ ഇന്ന് വൈകുന്നേരം വന്നു. അതായത് ക്യാൻ ചാനൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ ലക്ഷ്മിപ്രിയ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. പല കാര്യങ്ങളും, സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങൾ, അമ്മയുടെ കാര്യങ്ങൾ, പിന്നെ അൻസിബയായിട്ടുള്ള വിഷയങ്ങൾ. ഈ കൂട്ടത്തിൽ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് മുകളിലുള്ള ഇൻ്റർവ്യൂ ആണ്. അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് ഏകദേശം ടുവേർഡ്സ് ദി എൻഡ് ലക്ഷ്മിപ്രിയ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അൻസിബയെക്കുറിച്ച് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം. വിഷയം അറിയാത്തവർക്ക് പറയാം. അൻസിബ ആ ഒരു കട്ടിൽ പറയുന്ന ചെറിയൊരു പോർഷനിൽ പറയുന്നത് അൻസിബയും ലക്ഷ്മിപ്രിയയും കൂടി ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റിൽ 2 റൂമിൽ താമസിക്കുന്നു. ലക്ഷ്മിപ്രിയ അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോയതിനു ശേഷം മാസ്ക് ഇട്ടിട്ടുള്ളൊരു വ്യക്തി ആ റൂമിൽ വരുന്നു. ഇത് ഹോട്ടലിലുള്ള ആൾക്കാർ, അവരുടെ ആൾ CCTVയിൽ ഇരുന്ന് കാണുന്നു. അവർ സ്റ്റാഫിനോട് പോയിട്ട് ഈ ചങ്ങാതി നോക്കാൻ പറഞ്ഞു. ഇയാളുടെ ബ്രദറാണെന്ന് പറയുന്നു. അപ്പോൾ ആധാർ കാർഡ് ചോദിക്കുന്നു. ആധാർ കാർഡ് കൊടുക്കുന്നില്ല. വാതിൽ മുട്ടുന്നു. അങ്ങനെ വാതിൽ മുട്ടുന്നു. ഉള്ളിൽ നോക്കുന്ന സമയത്ത് ഇയാൾ ബെഡിലിരിക്കുന്നത് കാണുന്നു. അങ്ങനെ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ അൻസിബയെ ഒരു പുരുഷൻ്റെ കൂടെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ആണ് ഇവർ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ അൻസിബ പരാതി കൊടുത്തിട്ടുണ്ട്. അൻസിബയുടെ ആ റെസ്പോൺസ് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആ വീഡിയോ ഉണ്ട്. 4 മണിയാകുമ്പോൾ ഏകദേശം ഇവരുടെ കംപ്ലീറ്റ് പുറത്ത് വീഡിയോ വരുന്ന പറഞ്ഞിരുന്നത്. പക്ഷേ 4 മണിക്ക് വന്നില്ല. കഴിഞ്ഞ 2 മണിക്കൂർ മുന്നേ ഇവരുടെ ഈ ഒരു ചാനലിൽ, ക്യാൻ ചാനൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അവർ ഈ ഒരു ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ എന്താ വെച്ചാൽ ടുവേർഡ്സ് ദി എൻഡാണ്. ഒരുപാട് കാര്യങ്ങൾ അമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം, സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്. പക്ഷേ ഇവർ അതൊരു കട്ടാക്കി ഇട്ടിട്ടുള്ളത് ആ ഒരു പോർഷനാണ്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. അവിവാഹിതയായിട്ട് 30 വയസ്സ് 29-30 വയസ്സുള്ള ഒരു അൺമാരീഡ് ആയിട്ടുള്ള ഒരു ലേഡി, അവരുടെ ഒരു ഫ്രണ്ടോ എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ലിവിങ് റിലേഷൻഷിപ്സ് ഉണ്ട്, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഫ് ദേ ആർ ഓക്കെ വിത്ത് ഈച്ച് അതർ, അവർ പല രീതിയിൽ കാണിക്കുന്ന സംഗതിക്ക് ഇവരെ ഇതുപോലത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിരുന്നിട്ട് പബ്ലിക്കിന് മുന്നിൽ പറയുന്ന സമയത്ത് അത് ശരിയായിരുന്നോ എന്ന് സ്വയം ചിന്തിക്കുക. നമ്മളതിനെ വെറും ഒരു ഒന്നും പറഞ്ഞു നിൽക്കാനില്ലാത്ത അവസ്ഥയിൽ വെറും ഒരു പരദൂഷണം പറയുന്ന ആ ഒരു ലാഘവത്തോടെ അതിനുള്ള കാണുന്നുള്ളൂ. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂവിൽ നമുക്ക് ഈ ഒരു പോർഷൻ പ്ലേ ചെയ്യാം. പക്ഷേ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. അതായത് അമ്മയിൽ നടന്നിട്ടുള്ള സംഭവം, ശ്വേതാ മേനോന് ഒരു 45 ദിവസം കൂടി തുടരാനുള്ളൊരു ചാൻസ് കൊടുക്കുകയായിരുന്നെങ്കിൽ 15 ലക്ഷം രൂപ അദാനി ചാരിറ്റി രൂപത്തിൽ ഈ സംഘടനയ്ക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ട് അൻസിബ എന്തിനാണ് ഒപ്പോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ തുടർന്ന് അങ്ങോട്ട് ശ്വേതയുടെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ അതിനുള്ള കാര്യങ്ങൾ, അൻസിബ 20 മിനിറ്റ് പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. അത് കാര്യമായിട്ടുള്ള സംഗതി, അതായത് എല്ലാ കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. പിന്നെ സ്റ്റേഷനിലുണ്ടായിട്ടുള്ള സംഭവങ്ങളും ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഒക്കെ തരുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഇവർ പറയുന്ന ഒരു സംഭവമാണ്, അതായത് ഈ ഫോട്ടോൻ്റെ വിഷയം. അതായത് ഇവർ ഗൾഫിൽ പോയ സമയത്ത് ഒരു ഫോട്ടോ എടുക്കുന്നു, ആരുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ പിന്നെ ഏതോ ഒരു RJ കണ്ടിട്ട് അൻസിബയോട് പറയുന്നു. അൻസിബ അതിൻ്റെ ഒരു മെസ്സേജ് ലക്ഷ്മിപ്രിയയ്ക്ക് അയക്കുന്നു. ലക്ഷ്മിപ്രിയ ഈ ഒരു മെസ്സേജ് ഭർത്താവ് കാണുന്നു. അയാളത് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് ഭർത്താവിനെ പോയി വിശ്വാസ്യതയിൽ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം പരിഹരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഇവർ ഈ ഇൻ്റർവ്യൂവിൽ ചില പോർഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഇത് കുറച്ച് റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ എന്താണ് ലക്ഷ്മിപ്രിയ ഈ ഒരു വിഷയത്തിൽ, അൻസിബയുടെ ഈ ഒരു വിഷയത്തിൽ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞതെന്നുള്ളത് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദ വീഡിയോ ആണ് ഈ ഒരു കാര്യം പറയുന്നത്. ആ ഒരു പോർഷനാണ് നമ്മളിവിടെ പ്ലേ ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ കാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പ്ലീസ് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. ലക്ഷ്മിപ്രിയ പ്ലീസ് ജസ്റ്റ് നമ്പർ കമാൺ. നമ്മളെ വലിച്ചു കീറുമ്പോഴും നമ്മളെ ഇത്രയധികം ആക്രമിക്കുമ്പോഴും ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ വസ്തുത എന്താണ് എന്ന് ഞാൻ ഇതുവരെ ഒരു മനുഷ്യരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ആ കുട്ടി ജയിക്കട്ടെ, ആ കുട്ടി പറയുന്നിടത്തോളം പറയട്ടെ, പോട്ടെ എവിടം വരെ പോകുന്ന ഓർത്തിട്ടാണ് ഞാൻ ഇരുന്നത്. സുരേഷൻ ഇത്രയും അറിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അത്തം മുതലാണ് ശരിക്കും അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. കിടക്കാച്ചേളിന് 10 ദിവസത്തോളം കണ്ടിന്യൂസ് ഷൂട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്
മനസ്സിലാക്കാത്തവർക്ക് ഇവർ ഒരുമിച്ച് ഒരു ഷൂട്ടിൽ, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് തന്നെയാണ് തോന്നുന്നു, മനസ്സിലാവുന്നുണ്ട്. കറക്റ്റ് ടൈം അവർ പറയുന്നില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ഷൂട്ട് നടക്കുന്നതിൻ്റെ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകേണ്ട സിറ്റുവേഷൻ വന്നു. ഒക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് അൻസിബ ഞാനും ഒക്കെ കൂടെ ഒരുമിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് സെപ്റ്റംബർ 12-ാം തീയതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല അന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഫിലിം ചേംബറിന്റെ ഭക്ഷണം കഴിച്ച ദിവസം ഫിലിം ചേംബറിന്റെ ഒരു ലഞ്ച് ഉണ്ടായിരുന്നു, ഓണം ഫീസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പങ്കെടുത്തു. അതോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നു എനിക്ക് അല്ല, ഫിലിം ചേംബറിന്റെ ഇതിൽ പങ്കെടുത്തതാണ്. അന്ന് തിരിച്ച് ഞങ്ങൾ പോയി. അന്ന് രാത്രി ഞങ്ങൾക്ക് ഷൂട്ട് ഉണ്ട്, നൈറ്റ് ഷൂട്ട്സ് ആണ് കൂടുതലും. ആ ഷൂട്ട് കഴിഞ്ഞു. 13-ാം തീയതി ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 13-ാം തീയതി ഞങ്ങൾ പുറത്ത് കറങ്ങാനൊക്കെ പോയി. എനിക്ക് നല്ല പനിയുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ മറ്റേ സിനിമയൊക്കെ പോയിട്ട് കണ്ടു, ലോക സിനിമയൊക്കെ പോയി കണ്ടു. പിന്നെ വേറൊരു സ്ഥലത്ത് ഞങ്ങൾ പോയി. അതിന്റെ ബില്ലും ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അൻസിബയുടെ ബില്ല് ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അങ്ങനെ അന്ന് ഇവർ വിളിച്ചിട്ട് അൻസിബ മദ്യപിച്ചു എന്നുള്ളതും ആ ബില്ല് വരെ അവരെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മളെ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 13-ാം തീയതി ഇവർ വിളിച്ചിട്ട് പറഞ്ഞു പടം ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുകയാണ്, കുറച്ച് പേർക്ക് എന്തോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഷൂട്ട് തുടങ്ങുന്നുള്ളൂ, മാഡം ഒക്കെ പോകുന്നെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ നൈറ്റ് ഷൂട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് റിസ്ക് എടുത്ത് വീണ്ടും തിരിച്ച് ചിറയൻകീഴ് വരെ പോയിരുന്നത്. അപ്പോൾ ആ ഷൂട്ട് നടന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഈ മോളെ നിർബന്ധിച്ച് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു ഷൂട്ടില്ലല്ലോ, അനിശ്ചിതമായിട്ട് ഷൂട്ടില്ല, എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വിളിക്കുമ്പം ഈ കുട്ടി വരാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടി പറഞ്ഞു 3 ദിവസം കൂടി ഈ കുട്ടിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ, നിന്ന് എങ്ങനെയെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ കാശിന് അത്യാവശ്യത്തിന് വല്ലതും ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കാശ് തരാം, വീട്ടിൽ വരൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാശ് തരാം, അപ്പം മോള് ഒറ്റയ്ക്ക് ഇവിടെ അങ്ങനെ നിൽക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി എനിക്ക് 3 ദിവസം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി, അങ്ങനെ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കട്ടെ, നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനത്തെ വന്ദേ ഭാരതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആൾ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ അപ്പോൾ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഈ ആളാണല്ലോ ആളെന്ന് മനസ്സിലായത്. ഈ ആളെ ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ, കാരണം രാത്രിയല്ലേ, ആ സമയമല്ലേ, ജസ്റ്റ് ഈ നമ്മുടെ വണ്ടി ഓണായ ഇതിലാണ് കാണുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ ഏട്ടൻ എന്തോ വിളിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഒരുങ്ങി പോന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് മിസ്ഡ് കോൾസ് എൻ്റെ ഫോണിൽ കിടക്കുകയാണ്. എനിക്ക് ഭയങ്കര വെപ്രാളായിട്ട്. ഒന്ന് ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രതീഷ് സണ്ണി എന്ന് പറഞ്ഞ കോ പ്രൊഡ്യൂസർ, അതുകൂടാതെ ആ സെറ്റിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് നെയ്യാറ്റിങ്കര, സജിത്ത് പ്രൊഡക്ഷൻ മാനേജർ സജിത്ത്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞങ്ങളുടെ ഹോട്ടലിന്റെ ഓണർ സജീർ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഹോട്ടലിന്റെ മാനേജർ ഒരു പയ്യൻ, അതുപോലെ ഷീബ എന്ന് പറഞ്ഞ കെയർ ടേക്കർ, ഇങ്ങനെ കോൾ ലിസ്റ്റ് കൊടുക്കുക. അക്ഷരാർത്ഥത്തിൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ. അപ്പം ഞാൻ ജയിച്ചേട്ടൻ വന്ന് വണ്ടി കയറി ഇരുന്നിട്ടാണ് ഞാൻ തിരിച്ച് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോൾ ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കോൾ ലിസ്റ്റാണ്. അതിലേക്ക് ഞാൻ വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറയുന്നത് ലക്ഷ്മി മാഡം റൂം, ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്, 2 റൂമും ഹാളും കിച്ചനുമായിട്ട് അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. അപ്പോൾ അതിൽ ഒരു റൂമിൽ ഞാൻ, ഒരു റൂമിൽ അൻസിബ, ഇങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പം ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു, സാറ് കണ്ടു എന്ന്. അതായത് നൈറ്റില് വോയിസ് കമാൻഡിങ്, അവിടെ നൈറ്റിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത് ദുബായിൽ ഇരുന്നിട്ട് സജീർ എന്ന് പറഞ്ഞ ഈ റിവേര റെസിഡൻസിയുടെ ഉടമസ്ഥനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയും ഇതേ ചാവി അവിടെ വെച്ചിട്ടുണ്ട് മാഡത്തിന്റെ. ഒരു കാര്യം, ഇതുപോലത്തെ എന്തൊക്കെ കാര്യങ്ങൾ ആരുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഈ പറയുന്നവരൊക്കെ വളരെ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ്. എന്തൊക്കെ കാര്യങ്ങൾ ആരുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ഈ ഒരു വിഷയത്തിൽ പറയാൻ കാരണം. അങ്ങനെ ഇതിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും പേഴ്സണലായിട്ട് വന്നൊരു കാര്യം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. വോയിസ് കമാൻഡിങ് നമ്മൾ ആശരീരി കേൾക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഇത് കണ്ടു. ഇദ്ദേഹം കണ്ടിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത്, ഇദ്ദേഹം അറിയാണ്ട്, അതായത് പിന്നെ ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് അറിയുന്നു ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കറിയില്ല. ഉടനെ പിന്നെ ഇതിന്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, കോ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിൽ ഇല്ലാത്ത ആളാണ്. അങ്ങനെ ഇവർ അന്വേഷിച്ച് പിടിച്ച് ഇവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു. അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. തുറക്കാതെ വന്നപ്പോഴത്തേനും 6:30 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് 6:00 കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എന്റെ റൂമിലേക്ക് നോക്കുന്നു, അവിടെ ആരെയും കാണാനില്ല. അപ്പൊ അൻസിബയുടെ റൂമിൽ തട്ടി അൻസിബയെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞ വാക്കാണ്, അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. മനസ്സിലായോ? അപ്പൊ ചോദിച്ചു ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇല്ല. എന്ത് വർത്താനം ഇതൊക്കെ?
എനിക്ക് മനസ്സിലായില്ല. അപ്പം ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കള അവർ വന്ന് വാതിൽ തുറന്നു. ആരും ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവർ തന്നെ അന്തം വിടും, ആരെ ഇവിടെ കയറിയെന്ന് നമുക്ക് അറിയില്ല, മുഖംമൂടിയും വെച്ചിട്ടുണ്ട്, മുഖംമൂടിയല്ല മാസ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു, ആണോ ബ്രദർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? ആർക്കും ആരുടെ റൂമിലും വരാമെന്ന് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഓർഡർ പോലും ഉണ്ട്. ബ്രദർ സ്റ്റേ ചെയ്യുന്നുണ്ടോ? പറഞ്ഞു പിന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, 3 days സ്റ്റേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 star ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല, ID തരാൻ പറ്റില്ല, ഇതാന്ന് പറഞ്ഞു. ഭയങ്കര ബഹളം. അപ്പൊ സിനിമാക്കാരും ഇദ്ദേഹത്തിന്റെ അടുത്ത് വഴക്കിടുന്നു, ഈ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ വഴക്കിടുന്നു. ഇത് മുഴുവനും ഇവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലാതെ ലക്ഷ്മിപ്രിയ സമ്മതിക്കില്ല, സംസാരിക്കും, തെളിവ് പുറത്തു വിടും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് മൊത്തം ഇവിടുത്തെ വഴക്കും ഈ തെളിവൊന്നും വിടണ്ട കേട്ടോ, ഞാൻ വെറുതെ ഒരു ഓളത്ത് പറഞ്ഞു. പുള്ളി ഭയങ്കര ഭീഷണിയാണ് പെടുത്തുന്നത്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ്. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് അത് എന്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷേ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫ് ആയിട്ട് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് പുറത്തെടുക്കും. അങ്ങനെ ഒരു രേഖയുണ്ട്. ഇതിന് അൻസിബയ്ക്ക് വേണമെങ്കിൽ കേസിന് പോകാം. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ സംബന്ധിക്കുന്ന കാര്യമില്ല. ഇവിടെ നമ്മളിപ്പോൾ പല വിഷയവും ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. നമ്മൾ പല വിഷയവും ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഈ അൺമാരീഡ് ആയിട്ടുള്ള വ്യക്തികൾ അവരെന്ത് റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ കണ്ടിട്ടില്ല, ഇത് പഴയ കാലമൊന്നുമല്ലല്ലോ. ഇതിപ്പോൾ വീണ്ടും ഇതിനെ അല്ലെങ്കിൽ തന്നെ കംപ്ലീറ്റ് കുലസ്ത്രീ എന്ന് വിളിക്കുന്നത്. അൻസിബ മാരീഡ് അല്ല, മറ്റേ ചങ്ങാതി മാരീഡ് അല്ലാത്ത സിറ്റുവേഷനിൽ അവർ വന്നു കഴിഞ്ഞാൽ എന്താ അതിൽ ദോഷം? ഇതിൽ അൻസിബ സമ്മതിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ സ്ത്രീയുടെ ഈ ഒരു കാര്യം മനസ്സിലാവുന്നില്ല. പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഇദ്ദേഹം, ഭയങ്കര ഷൗട്ടിങ്ങും പ്രശ്നങ്ങളുമാണ്. ആരോപണമല്ല, ഇത് സത്യമാണ്. ഞാൻ ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഈ ക്യാൻ ചാനൽ മീഡിയ ഈ ഒരു ചാനലിൽ ഈ അവതാരകൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട്. സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർ. ഇങ്ങനത്തെ ഈ ഒരു ടോപ്പിക്ക് വരാനുള്ള കാരണം ഇത് ലാസ്റ്റാണ്. പക്ഷെ ആദ്യമൊക്കെ അവർ പറയുന്നത് അമ്മ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളാണെങ്കിലും കൂടി ഈ ഒരു വിഷയം ആയതുകൊണ്ട് അത് അതൊരാവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അത് അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തു വിടേണ്ട അത്യാവശ്യം നല്ല രീതിയിലൊരു അവതാരകനും നല്ലൊരു ചാനലും ആയിരുന്നു. ഞാൻ ഈ കാണുന്നതാണ് ഈ ചാനൽ. നമ്മുടെ രാജീവ് പറഞ്ഞ കാര്യം വെച്ചാൽ വന്ന വിഷയം പറഞ്ഞാൽ അവർക്ക് അവിടെ ഇത് കൊടുക്കില്ല, കൊടുക്കാത്തതിന് വേറെ ചില റീസൺ അവർ പറയുന്നു. അപ്പൊ എന്താണെന്നത് ആ റീസൺ ആണ് ഞാൻ പറയുന്നത്. അപ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പൊക്കോണം എന്ന് പറഞ്ഞു, നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ID കാർഡ് തന്നാൽ അവർക്ക് സ്റ്റേ ചെയ്യാം, ID കാർഡ് ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷനിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഒരു 10:30 കൂടിയിട്ട് ഇവർ പോകാനായിട്ട് തയ്യാറാവുന്നു. അപ്പോൾ അവിടുത്തെ ആ കുട്ടിയുടെ ലഗേജും സാധനങ്ങളും ഒക്കെ കെയർ ടേക്കറെ ഏൽപ്പിക്കുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഈ കുട്ടി വീട്ടിലേക്കല്ല പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് അഭിനയിക്കാനായിട്ട് ഒരു പെൺകുട്ടിയോ ആരും ഇല്ലാതെ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ആ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർക്കല്ലേ. അപ്പൊ അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ശ്വേത ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ ഹസൻ ആരാണെന്ന് നമുക്കറിയില്ല, ആരോ ഒരാളുടെ കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് ശ്വേത ചേച്ചി വിളിച്ച് അവർ പറയുന്നു. അത് ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ. ശ്വേത ചേച്ചി അതും ഹൈഡ് ചെയ്തു. ഈ പേഴ്സണൽ എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ, ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ID പ്രൂഫ് കൊടുത്തെങ്കിൽ ആർക്കും ഒരു വിഷയവുമില്ല. അത് കറക്റ്റ് അല്ലേ, ശ്വേത പറഞ്ഞു, വളരെ കറക്റ്റ് അല്ലേ. അതൊരു പേഴ്സണൽ കാര്യമല്ലേ. അവിടെ ഇവര് കുലസ്ത്രീ കളിക്കാൻ നോക്കി, ഇവര് മറ്റേ കളി കളിക്കാൻ നോക്കി, പരദൂഷണം. ആർക്കും ഒരു വിഷയവുമില്ല, ആരുടെ റൂമിലും വരാം, പക്ഷെ ID പ്രൂഫ് ഉണ്ടായിരിക്കണം. കൊടുത്തില്ല. അപ്പോ നിയമം ഷെഡ്യൂള് നമുക്ക് അവിടെ പിന്നെ 3 ഞാൻ ഇവരെ സംബന്ധിക്കുന്ന കാര്യമൊന്നും അല്ല അത്. അതാണ് ഏറ്റവും രസം. അവർ ID പ്രൂഫ് കൊടുക്കാതിരിക്കുക അവരുടെ ആ സ്റ്റേ ചെയ്യുന്ന ആൾക്കാരല്ല. ഇവരെങ്ങനെ ഇതിൽ രക്ഷിതാവായി എന്ന് എനിക്ക് മനസ്സിലാവും. ഈ വിവരം ഞാൻ അറിഞ്ഞിട്ട് ഈ ഷീബ എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പറയാണ് യെസ്, അവിടെയാണ് ആ ഷീബയുടെ എൻട്രി. ഷീബ അത് ഒരു പരദൂഷണമായിട്ട് EMനെ വിളിച്ചു പറഞ്ഞു. ചിലപ്പോൾ ആ കുട്ടിയുടെ ആങ്ങളെ ആയിരിക്കും ചേച്ചിന്ന്. അപ്പൊ എന്റെ അടുത്ത് പറയാം, ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. മാഡത്തിന്റെ പക്ക പരദൂഷണം കേട്ടോ. ഇവിടെയാണ് ഇവരുടെ തനിയാതാണ്. ഈ ഇന്റർവ്യൂവിൽ ഒരു കാര്യമുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന മേക്കപ്പാണ് സത്യം. നിങ്ങൾ ഈ ഇന്റർവ്യൂ കണ്ടറിയില്ല, സത്യം ചെയ്യാണ്. ഗുരുവായൂരപ്പനെയും ബാക്കി ദൈവങ്ങളെ ആരൊക്കെ പഠിക്കുന്നുണ്ട്, ഞാൻ ഇട്ടിരിക്കുന്ന മേക്കപ്പാണ് സത്യം എന്ന്. വല്ലാത്തൊരു ഇവിടെയാണ് കറക്റ്റായിട്ട് ആ ഒരു പരദൂഷണം ആ ട്രാക്കിക്കാണ് കയറിയത്. ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ, എന്തുകൊണ്ട് ആ പുള്ളി അവിടെ താമസിച്ചില്ല, എന്തിന് ഈ മാഡത്തിന്റെ റൂമിൽ തന്നെ താമസിച്ചു? നമുക്ക് ഉത്തരവില്ലാതെ
എൻ്റെ ഭായി ഇത് ഗോസിപ്പാണ്. അവിടെ ഞാൻ അൻസിബെ സേവ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടിയെ വിളിച്ചപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് അറിയില്ലേ 9 വർഷമായിട്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയില്ലേ, അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ കന്യാകുമാരിയിൽ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ കന്യാകുമാരിയിൽ പോയിട്ട് അവിടെ ഒരു കുബേരനും അവിടെ ഒരു ലക്ഷ്മി ഇരിപ്പുണ്ട് ശംഖ് കൊണ്ടുള്ള. ഒരു മിനിറ്റ് തന്നാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതൊക്കെ മേടിച്ച് 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ എന്ന് പറഞ്ഞ് നിൽക്കാൻ കാരണം വെച്ചാൽ ഈ ഇൻ്റർവ്യൂ അങ്ങനെ നിന്നു. ഞാൻ വലിയ ഇൻട്രസ്റ്റിൽ ഈ ഒരു ഇൻ്റർവ്യൂ കാണുമായിരുന്നു. അപ്പോൾ ഒറ്റടിക്ക് ഓക്കെ എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ തന്നു. ഇതിന് 2ാം ഭാഗം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുക, നിങ്ങൾ എന്നോട് ക്ഷമിക്കൂ. ഇതിൻ്റെ 2ാം ഭാഗം വന്നിട്ടില്ല. 3 മണിക്കൂർ മുന്നേ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ഇനി 2ാം ഭാഗത്തിൽ ഈ 50,000 രൂപയുടെയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞതിന് ശേഷം അതുമായി ചേട്ടൻ വരുന്നതായിരിക്കും. അടിസ്ഥാനപരമായിട്ടൊരു കാര്യം, ഈ ലക്ഷ്മിപ്രിയയുടെ ഈ ഒരു വിഷയം അവർ ആരുടെയോ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു എന്നുള്ളൊരു സംഭവത്തിന് ഒരു മെസ്സേജ് രൂപേണ ചോദിച്ചു. അപ്പോൾ അവർ മാരീഡാണ് കേട്ടോ. ആ ഒരു വിഷയം അവരുടെ വീട്ടിലറിഞ്ഞു. ഇത്രയും പ്രശ്നം ഹസ്ബൻഡ് ഉണ്ടാക്കി. അവരതിന് പോലീസ് സ്റ്റേഷൻ വരെ പോയി അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇവരുടെ പേഴ്സണൽ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുള്ളൊരു സംഭവം. ഈ മറുഭാഗത്ത് ഞാൻ വീണ്ടും അതേ ഒറ്റ ചോദ്യം എനിക്കിതിൽ ചോദിക്കാനുള്ളൂ ത്രൂ ഔട്ട്. ഇങ്ങനൊരു സംഭവം വേറൊരു പെൺകുട്ടിക്ക് അവർ കല്യാണം കൂടി കഴിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന സമയത്ത് അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ എന്ത് പ്രശ്നം ആ കുട്ടി ചെയ്യണം? ശരിക്കും അതൊന്നും അറിയിച്ചിട്ട് അത് ആ ഒറ്റ കാര്യം കൊണ്ട് സ്റ്റേഷൻ വരെ എത്തിച്ചു, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അതായത് ഇതൊന്ന് പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. ഇവരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ മറ്റുള്ള പോർഷനൊക്കെ ഈ പോർഷനൊക്കെ അത്രയും ലെങ്തി ആയതുകൊണ്ട് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ഈ പോർഷനൊക്കെ കാണുന്ന സമയത്ത് വൻ കോമഡിയാണ്. വൻ കോമഡി എന്ന് പറഞ്ഞാൽ തലങ്ങും വിലങ്ങും ഒന്നും ഒക്കുന്നില്ല ഇവർ പറയുന്നത്. അത് വളരെ കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു പേഴ്സണൽ കാര്യം തരക്കടില്ല അല്ല, എല്ലാം തന്നെയാണ്. അത് ഇപ്പോൾ നമ്മൾ മറ്റേ വിഷയം സംസാരിക്കുന്നുണ്ടല്ലോ, റസൂൽ പൂക്കുറ്റിയും മറ്റേ കുറ്റികളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഇവർ വിവാഹിതരല്ല. അവരവരുടെ ലൈഫിലുണ്ടായിട്ടൊരു സംഭവം അത് എത്രത്തോളം മോശമായിട്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് മാരീഡ് അല്ലാത്തടത്തോളം കാലം ദേവ് ഗോട്ട് എവറി റൈറ്റ്, അവർക്ക് ഫ്രീഡം ഉണ്ടല്ലോ അല്ലേ ചെയ്യാനുള്ളത്. എന്തായാലും ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.